കരങ്ങളെ ഉയർത്തി ഇന്ന് രാത്രി കാലം ഒരിക്കൽ കൂടി നമുക്ക് കർത്താവിന് നന്ദി പറയാം. കർത്താവ് ധാരാളമായി നമ്മളെ അനുഗ്രഹിക്കട്ടെ. രാത്രി കാലവും ആമീൻ ഹല്ലേലൂയ. കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ എത്രത്തോളം ആമീൻ ദൈവമക്കൾ കടന്നു വന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാനുള്ള അവസരം കർത്താവ് ഒരുക്കുന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ആമീൻ ഇന്ന് രാത്രി കാലം ആമീൻ ദൈവത്തിന്റെ ദാസനെ കരിക്കത്തിൽ നിന്ന് ഹല്ലേലൂയ ഈ കൂട്ടായ്മയിലേക്ക് കർത്താവ് കൊണ്ടുവന്നതിനായി ഞാൻ ദൈവത്തെ തുടർന്നുള്ള സമയങ്ങൾ ഹല്ലേലൂയ ദൈവത്തിന്റെ ദാസനെ കൂടി കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനം ആമീൻ നമുക്ക് കേൾക്കുവാൻ ആമീൻ ഹല്ലേലൂയ നമുക്ക് കാതോർത്ത് ദൈവസന്നിധിയിരിക്കാം. നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധി പകർന്നുകൊണ്ട് ആമീൻ ഹല്ലേലൂയ തനിക്ക് കൊടുക്കുന്ന ആലോചനകൾ, തനിക്ക് കൊടുക്കുന്ന ദൂതുകൾ ആമീൻ ഹല്ലേലൂയ ആത്മാവിൽ സംസാരിപ്പാൻ നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിനും വിടുതലിനും കാരണമായി മാറേണ്ടതിന് രാത്രികാല ജനം സ്തോത്രം പറഞ്ഞുകൊണ്ട് സ്തുതി ആമീൻ കർത്താവിനെ കൊടുത്തുകൊണ്ട് ആമീൻ നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ തുടർന്നുള്ളതായ സമയങ്ങളിൽ ദൈവശുശ്രൂഷ വചന ശുശ്രൂഷയ്ക്കായി ദൈവത്തിന്റെ അഭിഷേകത്തിനെ മുൻപോട്ട് ക്ഷണിക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ടതാകുന്ന ഈ നല്ല സന്ധ്യയിൽ ഇവിടെ അയക്കുന്ന വിശ്വാസ വ്യക്തി ജീവിതങ്ങൾ ഈ പ്രാർത്ഥന സെല്ലിലയക്കുന്ന എല്ലാ മാതാപിതാക്കന്മാർക്കായി, കുഞ്ഞുങ്ങൾക്കായി വിശേഷിച്ച് അറിയിച്ചാൽ അതുപോലെ പ്രിയ പാസ്റ്റർ അപ്പച്ചൻ ജോസ് പാസ്റ്റർ ഇവിടെ അയക്കുന്ന പ്രിയ പിതാക്കന്മാർ എല്ലാവരും ഓർത്ത് കർത്താവിന് സ്തോത്രം പറയുകയാണ്. ഭയങ്കര ചൂടാണ് ഇതിനകത്ത്. ഹല്ലേലൂയ. നമുക്ക് അധ്വാനാനുഭവങ്ങളായിരിക്കുന്നത് കൊണ്ട് ഈ ചൂടിന് പ്രശ്നമല്ല. എങ്കിലും പകലുള്ളതാകുന്ന ആ ചൂട് നമ്മളെല്ലാവരും കേൾക്കുന്ന വ്യക്തികളാണ്. ഇത്രയും ഫാന് സ്പീഡിൽ കറങ്ങിയിട്ടും ഭയങ്കരമായിട്ടുള്ള ചൂട് ഇങ്ങനെ ശരീരത്തെ ഹല്ലേലൂയ ഉൾക്കൊണ്ട് അമരായിരിക്കുകയാണ്. സർവശക്തനാഥയും മെലിഞ്ഞൊരു ആത്മീയ കൂട്ടായ്മ ഇവിടെ ക്രമീകരിക്കപ്പെട്ട ഓർത്തോ ദൈവത്തിന് സ്തോത്രം പറയുകയാണ്. അതിനെ മുഖാന്തരമായി പ്രിയ അഭിഷേകത്തിനെ ദൈവം ഉപയോഗിക്കുന്നതോർത്ത് കർത്താവ് നന്ദി പറയുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഈ പ്രാർത്ഥനയിൽ ഇവിടെ കടന്നു വരുന്നത്. ദേവാസിൻ്റെ ഭവനത്തിൽ വെച്ച് അവസരം നടത്തപ്പെട്ടതാകുന്ന പ്രാർത്ഥനയിൽ പല പ്രാവശ്യങ്ങൾ കടന്നുപോയി ദൈവം ശുശ്രൂഷിപ്പാൻ തക്കണം, ദൈവം അവസരത്തെ നൽകുവാൻ തക്കണം കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ അവസരത്തിൽ വെള്ളിയാഴ്ചയിൽ ജോസ് പാസ്റ്ററെ കാണണം എന്നിങ്ങനെ ആളുടെ ഹൃദയത്തിൽ നമ്മൾ തോന്നുവാൻ തക്കണോടായിട്ടുണ്ട്. ആവശ്യം ഞായറാഴ്ച വെച്ച് കഴിഞ്ഞിട്ട് വലിയ ഓടനാവട്ടം പോയിട്ട് വരുമ്പോഴത്തേക്ക് രാത്രി 11 മണിയായി. പിന്നെ വീട്ടിൽ പോയിട്ട് ചെറുപ്പെടുക്കുന്ന എന്ന കാര്യത്തിലാണ് വരാനാകുന്നത്. രണ്ടുപേരെ കാണണം എന്നുള്ള ചിന്തയോടെയാണ് വരുവാൻ ഇതാക്കുന്നത്. പക്ഷേ ഇവിടെ കടന്നു വരുമ്പോൾ പാസ്റ്ററെ കാണുവാൻ വിചാരിച്ചു അദ്ദേഹത്തെ കണ്ടിട്ട് ഈ രാത്രിയിലേക്ക് ഇവിടെ കടന്നു വരുവാൻ കൊണ്ട് ഇവിടെ ആയിരുന്നു. ഇവിടെ അവസരം കൂടിയിരിക്കുന്ന എല്ലാ അവസരങ്ങളുടെ ഓർത്ത് കർത്താവിന് സ്തോത്രം പറയുകയാണ്. ദൈവം ധാരാളമായിട്ട് എല്ലാവരും സഹായിക്കട്ടെ, ശക്തീകരിക്കട്ടെ എന്ന് ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അവസരം എനിക്ക് നൽകപ്പെട്ട സമയത്തിൽ ഒരു വേദവചനം വായിച്ചിട്ട് ചില ചിന്തകൾ പങ്കുവെച്ച് അവസരം പ്രാർത്ഥിക്കുവാൻ തക്കോളം കർത്താവിൽ ശരണപ്പെടുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. അതിനാധാരമായിട്ട് മത്തായി എഴുതിയ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 11-ാം അധ്യായം അതിൻ്റെ 11-ാമത് വേദവചനം വായിക്കുന്നു. 11-ാം അധ്യായം 11-ാമത് വേദവചനം.
സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവൻ ആരും എഴുന്നേറ്റിട്ടില്ല. സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനോ അവനിലും വലിയവൻ എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. യോഹന്നാൻ സ്നാപകന്റെ നാളുകൾ മുതൽ ഇന്നേ വരെ സ്വർഗരാജ്യത്തെ ബലാത്കാരം ചെയ്യുന്നു, ബലാത്കാരികൾ അതിനെ പിടിച്ചടക്കുന്നു. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ടതാകുന്ന വേദവചനത്തിനായിട്ട് സ്തോത്രം പറയുകയാണ്. ഹല്ലേലൂയ. അപ്പോസ്തലനാകുന്ന മത്തായി എഴുതപ്പെട്ടതാകുന്ന സുവിശേഷത്തിന്റെ 11-ാം അധ്യായം 11-12 വേദവചനമാണ് നാം വായിച്ച് കേൾക്കുവാൻ തക്കവണ്ണമായി തീർന്നത്. അവിടെ വായിച്ചത് ഇങ്ങനെയാണ്: സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവൻ ആരും എഴുന്നേറ്റിട്ടില്ല. സ്വർഗത്തിൽ ഏറ്റവും ചെറിയവനോ അവനിലും വലിയവൻ എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഇത് യേശു കർത്താവിൻ്റെ ഒരു സംബോധനയാണ്. സ്തോത്രം പറയുന്നത് നമ്മുടെ രക്ഷിതാവും കർത്താവുമാകുന്ന യേശുവിൻ്റെ ഒരു സംബോധനയാണ്. യേശു കർത്താവ് യോഹന്നാൻ സ്നാപകനെ കുറിച്ച് സാക്ഷി പറഞ്ഞതാകുന്ന ഒരു സാക്ഷിയാണ്. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവൻ ആരും എഴുന്നേൽക്കുവാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ തന്നെ യോഹന്നാൻ സ്നാപകൻ യേശു കർത്താവിനെ കുറിച്ചും സാക്ഷി പറയുവാനിടയാക്കുന്നു. ജനത്തോട് പറയുകയാണ്, ആവശ്യം ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ് അതാ കടന്നു പോകുന്നു. ഹല്ലേലൂയ. അപ്പോൾ യേശുവിന് മുൻപേ ഈ ഭൂമിയിൽ തന്റെ ശുശ്രൂഷയുടെ മുൻപിൽ വഴിയൊരുക്കുവാൻ വെക്കണം ദൈവം ഒരു ദൂതനെ അയക്കുവാനിടയാക്കി. ആ ദൂതന്റെ പേരാണ് യോഹന്നാൻ സ്നാപകൻ. ദൈവം അയച്ചതാകുന്ന ആ ദൂതൻ യോഹന്നാൻ സ്നാപകൻ. സ്വർഗരാജ്യം ബലാത്കാര്യം ചെയ്യുന്ന ബലാത്കാരികൾ ഇവിടെ ഈ കൂട്ടായ്മയിൽ എഴുന്നേൽക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥതയോടെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഒരു സാധാ പ്രാർത്ഥനയായി മാറരുത്, ഒരു സാധാ പ്രാർത്ഥനയായിട്ട് മാറരുത്. ബലാത്കാര്യം ചെയ്യണം, ബലാത്കാര്യം ചെയ്യണം. സ്തോത്രം ചെയ്യുന്നു. നിന്റെ ആരാധനയിൽ ബലാത്കാര്യം ചെയ്യണം, നിന്റെ പ്രാർത്ഥനയിൽ ബലാത്കാര്യം ചെയ്യണം, നിന്റെ സാക്ഷ്യത്തിനകത്ത് ബലാത്കാര്യം ചെയ്യണം, നിന്റെ ഉപദേശത്തിനകത്ത് ബലാത്കാരം ചെയ്യപ്പെടുവാൻ തക്കവണ്ണം ആരാണോ ബലാത്കാരം ചെയ്യപ്പെടുന്നത് സ്തോത്രം, അങ്ങനെയുള്ളവരെ ദൈവം നോക്കിയിട്ട് പറയും അവൻ ബലാത്കാരം ചെയ്യുകയാണ്. സ്തോത്രം പറയുന്നത് നാം ഇവിടെ എങ്ങനെയാണ് വായിക്കപ്പെടുവാനിടയായിത്തീരുന്നത്? 12-ാമത് വാക്യം വായിക്കുന്നു. യോഹന്നാൻ സ്നാപകന്റെ നാൾ മുതൽ ഇന്നേ വരെ സ്വർഗരാജ്യത്തെ ബലാത്കാരം ചെയ്യുന്നു. അപ്പൊ എന്താ ചെയ്യാണ്? നമ്മളെല്ലാരും ബലാത്കാരം ചെയ്യുക. എന്ന് മുതലാണ്? യോഹന്നാൻ സ്നാപകന്റെ നാൾ മുതൽ ദൈവരാജ്യത്തെ ബലാത്കാരം ചെയ്യുകയാണ്. ഇന്ന് രാത്രി ഇവിടെ അയക്കുന്ന എല്ലാവരും ദൈവത്തിന്റെ രാജ്യത്തെ ബലാത്കാരം ചെയ്യുകയാണ്. കർത്താവേ, നിന്റെ രാജ്യം വരണം, നിന്റെ ഇഷ്ടം സ്വർഗത്തെ പോലെ ഈ ഭൂമിയിലും ആകാം. സ്തോത്രം പറയുന്നു. നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന ദൈവത്തിന്റെ രാജ്യം ഈ ഭൂമിയിൽ വരണം, ദൈവരാജ്യം ഈ ഭൂമിയിൽ വരുവാൻ സ്തോത്രം. അവൻ പ്രാർത്ഥിക്കുന്ന ആരുണ്ടോ സ്തോത്രം പറയുന്നു, അവരാണ് ബലാത്കാരം ചെയ്യപ്പെടുവാൻ തക്കവണ്ണം ഇവിടെ ആയിത്തീരുന്നത്. സ്തോത്രം. ബലാത്കാരം ചെയ്യും. ഒത്തിരി കാര്യങ്ങൾ അവൻ പറയാറുണ്ട്. ഹല്ലേലൂയ. ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ഇവിടെ എങ്ങനെയാണ് നാം വായിക്കപ്പെടുവാൻ തക്കവണ്ണം ഇവിടെ ആയിട്ട് ദൈവത്തിന്റെ രാജ്യത്തെ ബലാത്കാരം ചെയ്യപ്പെടുവാൻ സ്തോത്രം ഒരവസരം ഇങ്ങനെ ഈ ഭവനത്തിനകത്ത് ഒരുക്കുവാൻ തക്കവണ്ണം ഇവിടെ ആയിത്തീരുന്നത് സ്തോത്രം പറയുന്നു. ഇവിടെ എത്ര പേർ കൂടി വന്നിട്ടുണ്ടോ അത്രയും പേരും ദൈവത്തിന്റെ രാജ്യത്തെ ഇവിടേക്ക് ബലാത്കാരം ചെയ്ത് വലിച്ചിറക്കുകയാണ്. സ്തോത്രം പറയുന്നു. വലിച്ചിറക്കുകയാണ്. ഈ രാത്രിയിൽ ഇത്രയും പേർ ബലാത്കാരം ചെയ്യപ്പെടുവാൻ തക്കവണ്ണം ഇവിടെ ആയിത്തീർന്നാൽ ദൈവരാജ്യത്തിന്റെ പ്രവൃത്തി ദൈവത്തിന്റെ ആത്മാവ് ചെയ്യുവാൻ തക്കവണ്ണം ഇവിടെ ആയിത്തീർന്നു. ഈ മർക്കോസിന്റെ മാളിക റൂമിൽ, ഈ വചനത്തിലേക്ക് വീണ്ടും വരാം. മർക്കോസിന്റെ മാളിക റൂമിൽ ബലാത്കാരം ചെയ്യുവാനിടയായി 120 പേര് ഇപ്പോൾ പ്രാർത്ഥിച്ചു. യേശു പറഞ്ഞു, ഹല്ലേലൂയ, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. പോയിട്ട് കാര്യസ്ഥനാകുന്ന പരിശുദ്ധാത്മാവിനെ ഞാൻ നിങ്ങൾക്ക് തരും. അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തുവാനിടയായി. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? യെരൂശലേം വിട്ട് വാങ്ങിപ്പോകരുത്.
അവൻ ദൈവത്തോട് കേട്ട എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കണം. അവൻ ദൈവത്തിന്റെ രാജ്യം ഈ ഭൂമിയിലേക്ക് വരും. ആ ദൈവരാജ്യത്തിന് വേണ്ടി അവൻ കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ജനത്തിന്റെ മേലിൽ ദൈവത്തിന്റെ രാജ്യം ഇറങ്ങുവാനിടയാക്കി. ദൈവരാജ്യം ഇറങ്ങി. അവിടെ ദൈവരാജ്യം ഇറങ്ങിയത് 120 പേരുടെ മേളിലാണ് ദൈവരാജ്യം ഇറങ്ങി വന്നത്. അവൻ വചനം വായിക്കുന്ന ഒരാളെ പോലും ദൈവരാജ്യം തൊടാതെ അയച്ചില്ല, വിട്ടില്ല. ദൈവരാജ്യം ഒരാളെ പോലും തൊടാതെ വിട്ടില്ല എന്ന് പറഞ്ഞാൽ എല്ലാവരും 120 പേരും ദൈവരാജ്യത്തെ ബലാത്കാരം ചെയ്തു. ആ റൂമിനകത്ത്, ഈ റൂമിനകത്ത് കൂടി വന്നിരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ എത്ര പേരുണ്ടെന്ന് അകത്തിരിക്കുന്ന എല്ലാവരും എനിക്ക് അറിയുന്നില്ല. അകത്ത് 3 പേരെ എനിക്ക് കാണാൻ കഴിയുന്നത്. സ്തോത്രം പറയുന്നത് എല്ലാവരും കൂടെ ബലാത്കാരം ചെയ്യുവാനിടയാക്കിയിരുന്ന സ്തോത്രം. ഹല്ലേലൂയ. മർക്കോസിന്റെ മാളിക റൂമിനെ കുറിച്ച് ഈ വചനത്തെ ഞാൻ പറയുന്നു. ഈ റൂം നിറയും, ഈ റൂം നിറയും. സ്തോത്രം പറയുന്നത് 120 പേരുമേൽ വ്യാപരിച്ച പരിശുദ്ധാത്മാവിന്റെ ശക്തി ആ റൂമിനെ നിറച്ചുവെങ്കിൽ ഈ റൂമിനകത്തും നിറയുവാനിടയായിട്ട് സ്തോത്രം പറയുന്നു. ഈ റൂമിനകത്തും നിറയും. ഈ റൂമിനകത്ത് 120 പേരുടെ മേളിൽ വ്യാപരിച്ച ആത്മാവിന്റെ ബലാത്കാരം ഈ റൂമിനകത്ത് നിറയപ്പെടുവാൻ ഇതിനകത്തിരിക്കുന്ന ആരും ബലാത്കാരം ചെയ്യാതെ ഇരിക്കരുത്. സ്തോത്രം പറയുന്നു. നിങ്ങൾ ബലാത്കാരം ചെയ്തുകൊണ്ടിരിക്കണം. ഇങ്ങനെ ബലാത്കാരം ചെയ്യപ്പെടുവാനിടയാക്കുന്നാൽ യോഹന്നാന്റെ നാളിന് നീ തികയ്ക്കുവാനിടയാക്കും. യോഹന്നാന്റെ നാളിന് നീ തികയ്ക്കുവാനിടയാക്കും. ഇന്ന് രാത്രി യോഹന്നാൻ സ്നാപകനോട് ചേർന്ന് പറയാൻ കഴിയുമോ? സ്തോത്രം പറയുന്നു. നിന്റെ നാളുകളെ ഞാൻ തികയ്ക്കുവാൻ വെക്കണം. ഈ രാത്രി റൂമിനകത്തേക്ക് എന്നെ പരിശുദ്ധാത്മാവ് കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ. ഒരുപക്ഷെ നിങ്ങളുടെ തലമുറയുടെ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ആയിരിക്കാം എന്ന് വന്നിരിക്കുന്നത്. ഞാൻ സാമ്പത്തികമാകുന്ന കടഭാരം മാറാൻ വേണ്ടിയാണ് ആയിരിക്കാം വന്നിരിക്കുന്നത്. ഒരുപക്ഷെ ഈ ഭൂമിയിൽ പാർക്കുവാൻ ഒരു ഭവനമില്ല, എനിക്ക് നല്ല ഭവനം തരണമേ എന്നുള്ള ചിന്തയോടുകൂടി ആയിരിക്കാം ഈ ഭവനത്തിനകത്തേക്ക്, ഈ റൂമിനകത്തേക്ക് പ്രാർത്ഥിക്കാൻ വന്നിരിക്കുന്നത്. അല്ല, അതിന്റെ ശാരീരിക സൗഖ്യത്തിന് വേണ്ടിയായിരിക്കാം ഇന്ന് രാത്രി ഇതിനകത്ത് പ്രാർത്ഥിക്കാൻ കടന്നു വന്നിരിക്കുന്നത്. അവസ്ഥ ഇവിടെ കൂടിയിരിക്കുന്ന ഓരോ വ്യക്തികൾക്കും ഈ റൂമിനകത്ത് പ്രാർത്ഥിക്കാൻ വന്നതിന് അവസ്ഥ വ്യത്യസ്തമാകുന്ന, പ്രത്യേകമാകുന്ന ഓരോ വിഷയങ്ങളും പുസ്തകം പറയുന്നു. ഇന്ന് രാത്രി നിന്റെ വിഷയത്തിനകത്ത് നീ പ്രാർത്ഥിക്കുവാൻ, ദൈവരാജ്യത്തെ വലിച്ചിറക്കുവാൻ ഇടയാക്കുന്ന ദൈവരാജ്യത്തിന്റെ പ്രശ്നത്തെ പരിഹരിക്കുവാൻ ഇടയാക്കും. അവൻ ബലാത്കാരം ചെയ്തു തുടങ്ങട്ടെ. സ്വർഗരാജ്യം ഇറങ്ങപ്പെടുവാൻ ഇടയാക്കുന്നാൽ ബലാത്കാരികൾ ബലാത്കാരം ചെയ്യപ്പെടുവാൻ ഇടയാക്കുന്നാൽ ഇന്നുവരെ നിന്റെ ജീവിതത്തിൽ നീ ബലാത്കാരം ചെയ്യുവാൻ കഴിയാതെ വണ്ണം നിന്റെ ശരീരത്തെ, നിന്റെ അവയവങ്ങളെ, നിന്റെ മനസ്സിനെ, നിന്റെ ശാരീരിക മേഖലയെ ടയേർഡാക്കിയിരിക്കുന്ന, അവൻ മരവിപ്പിക്കപ്പെട്ടിരിക്കുന്ന ചില ശക്തികളെ അവൻ ഓടിക്കുവാൻ, ചില ശക്തികളെ പരാജയപ്പെടുത്തുവാൻ വെക്കണം. ഈ രാത്രി നീ ബലാത്കാരം ചെയ്യുവാൻ ഇടയാക്കുന്ന, ഇതിനകത്തുനിന്ന് പുറത്തു പോകുന്നത് സ്തോത്രം പറയുന്നു. നീ ശക്തിയുള്ളവനായി, ബലാത്കാരിയായി, ബലമുള്ളവനായി അവൻ ദൈവാത്മാവ് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ ഇടയാക്കുന്നു. സ്തോത്രം പറയുന്നു. ാകത്ത് ഭയന്നും പേടിച്ചും അതേ സമൂഹത്തെ വിറച്ചും ഇരുന്നതാകുന്ന വ്യക്തി ജീവിതങ്ങളുടെ മേൽ അവൻ ദൈവത്തിന്റെ രാജ്യം ഇറങ്ങപ്പെടുവാൻ ഇടയാക്കുന്നപ്പോൾ 120 പേർ 14 രാജ്യങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ്, 17 രാജ്യങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് അവരെ അയച്ചതുപോലെ ഈ ആവശ്യം നാളുകളിൽ ബലാത്കാരികൾ ചില രാജ്യങ്ങളെ പിടിച്ചടക്കപ്പെടുവാൻ യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ബലാത്കാരം ചെയ്തതിന് ശേഷം അവർ പ്രാർത്ഥനയ്ക്കായിട്ട് അപ്പോസ്തലപ്രവൃത്തി പറയുന്നത് ഹല്ലേലൂയ 3-ാം അധ്യായം പറയുന്നത് അവർ പ്രാർത്ഥനയ്ക്കായിട്ട് സുന്ദരമെന്ന ദേവാലയത്തിന്റെ പടിവാതിൽക്കൽ നിൽക്കുമ്പോൾ അവിടെ അവരോട് സമ്പത്ത് ചോദിച്ച, പണം ചോദിച്ചതാകുന്ന ഒരു വ്യക്തിയെ അവർക്ക് പിടിച്ച് എഴുന്നേൽപ്പിക്കുവാൻ ഇടയാക്കുന്നു. എങ്ങനെ? ദൈവരാജ്യത്തെ ബലാത്കാരം ചെയ്തതുകൊണ്ട്. നിന്റെ പ്രാർത്ഥനയെ നീ ബലാത്കാരം ചെയ്തിട്ടുണ്ടെങ്കിൽ ആത്മാവിൽ ഞാൻ ദൂതനെ പറയുന്നു, നീ ചിലരെ പിടിച്ചെഴുന്നേൽപ്പിക്കും. ചിലരെ പിടിച്ചെഴുന്നേൽപ്പിക്കും. ചിലർക്ക് പൈസ ഇല്ലെന്ന്, ചിലർക്ക് പൈസ ഇല്ല. നമ്മുടെ ഇഷ്ടംപോലെ സമ്പത്തുണ്ട്. പക്ഷെ അവൻ സാമ്പത്തികമാകുന്ന പരാജയത്തിന്റെ മധ്യത്തിൽ അവനെ ഒന്ന് പിടിച്ചെഴുന്നേൽപ്പിക്കുവാൻ വെക്കണം. ദൈവം നിന്നെ ബലപ്പെടുത്തുന്നെങ്കിൽ ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ചിലരെ പിടിച്ചെഴുന്നേൽപ്പിക്കുവാൻ, വിവിധ മേഖലകളിൽ ചിലരെ കൈത്താങ്ങി പിടിച്ചെഴുന്നേൽപ്പിക്കുവാൻ ദൈവം നിന്റെ കരത്തെ, നിന്റെ കലവറെ, നിന്റെ ഭവനത്തെ, നിന്റെ നന്മയെ അവസരമില്ല നിറയ്ക്കുമെന്ന് പറഞ്ഞാൽ ഈ രാത്രിയിൽ ആരൊക്കെ ബലാത്കാരം ചെയ്യുമോ നീ ചിലരെ സഹായിപ്പാൻ ദൈവാത്മാവ് നിന്റെ കരത്തെ പിടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ
ഇങ്ങനെ പറഞ്ഞാ പോരാ. പാരമ്പര്യമായിട്ട് സ്വന്തം പറയുന്നത് ആത്മാവിൽ ആരാധിക്കുന്നവർക്ക് പോരാ. ബലാത്കാരം ചെയ്താലേ പറ്റത്തുള്ളൂ. സ്തോത്രം പറയുന്നു. അവസാനം ചില മണിക്കൂറുകൾ ആത്മാവിൽ ആരാധിച്ച് സ്തോത്രം പറഞ്ഞ് ചില വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഇടയാക്കുന്നതാ. അതേ അവസരം ആത്മാവിന്റെ നിറവിൽ, അതേ ആത്മാവിന്റെ ശക്തിയിൽ അവൻ ബലാത്കാരം ചെയ്യപ്പെടുവാൻ ഇടയാക്കിയിരുന്നാൽ സ്തോത്രം പറയുന്നു. ആത്മാവ് ശക്തിയോടെ ഇന്ന് രാത്രിയിലും നമ്മെ ഉപയോഗിക്കപ്പെടുവാൻ ഇടയാക്കി. ബലാത്കാരം ചെയ്യണം, ബലാത്കാരം ചെയ്യപ്പെടുവാൻ തക്കോണം ഇടയാക്കിയാണ്. സ്തോത്രം. ഹല്ലേലൂയ. യേശുവേ കൃപ 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 പന്ത്രണ്ടാമത് വാചനം വായിക്കുന്നത് ഇങ്ങനെയാണ്. ആ കാലത്ത് 12ാമത് അധ്യായം വായിക്കുന്ന ആ കാലത്ത് ആ കാലത്ത് യേശു ശവത്തിൽ വിളഭൂമിയിൽ കൂടി കടന്നുപോയി. അവന്റെ ശിഷ്യന്മാർ വെച്ചെന്നിട്ട് കതിർ പറിച്ച് തിന്നു തുടങ്ങി. പരീശൻ അത് കണ്ടിട്ട് ഇതാ ശവത്തിൽ വിഹിതമല്ലാത്തത് നിന്റെ ശിഷ്യന്മാർ ചെയ്യുന്നു എന്ന് ശവത്തിൽ ചെയ്യുന്നു എന്ന് പറഞ്ഞു. അവനോട് പറഞ്ഞത് ദാവീദ് ചെയ്തത് തനിക്കും കൂടെയുള്ളവർക്കും വിശന്നപ്പോൾ ചെയ്തത് തന്നെയാണ് ഈ ശിഷ്യന്മാരും ചെയ്യുവാനിടയാക്കുന്നത്. സ്തോത്രം പറയുന്നു. അവർ കതിർ പറിച്ച് തിന്നുവാൻ തക്കോണിടയാക്കുന്നത്. ഇത് പെസഹായെ ഉള്ളവാകുന്ന ഒരു നാളിനെ കുറിച്ചാണ് പറയുന്നത്. ആ നാളിലാണ് ഈ സംഭവം നടക്കുവാനിടയാക്കുന്നത്. സ്തോത്രം പറയുന്നു. കതിർ പറിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ ആത്മീയ അർത്ഥം കൊയ്യുക എന്നാണ്. കൊയ്യുക. സ്തോത്രം. അതിന് ആ പറിച്ചെടുത്ത കതിര് കയ്യിൽ വെച്ച് ഇതിനെ തിരുമിയിട്ട് അതിന്റെ അവസ്ഥ പൊള്ളികളെല്ലാം കളഞ്ഞ് അവസ്ഥ പറഞ്ഞ് കുത്തിയെടുക്കുക അല്ലേ, വെളിച്ചെടുക്കുക. അതിന് പറയുന്നത് അവൻ കയ്യിലിട്ട് തിരുമുവാനിടയാക്കി. അതിന് പറയപ്പെടുവാനിടത്ത് മെതിക്കുവാനിടത്ത്. ഒന്ന് കൊയ്തു, മറ്റൊന്ന് മെതിച്ച്. സ്തോത്രം പറയുന്നു. മെതിച്ച് അവർ ഭക്ഷിപ്പാൻ തക്കണം വഴിയാക്കി. അവർ അവസരം അവൻ കഴിക്കുവാൻ തക്കണം വഴിയാക്കി. അപ്പോൾ അവസരം ഈ കൊയ്ത്തിന്റെ ഒരു പെരുന്നാളുണ്ട്. കൊയ്ത്ത് പെരുന്നാൾ. ഹല്ലേലൂയ. കൊയ്ത്ത് പെരുന്നാൾ. അവർ കൊയ്ത്ത് പെരുന്നാളിൽ അവർക്ക് ലഭിക്കപ്പെടുന്നതാകുന്ന ആദ്യ കറ്റ അവർ ദൈവത്തിന്റെ ആലയത്തിലേക്ക് കൊണ്ടുവരുവാൻ തക്കണം വഴിയാക്കി. സ്തോത്രം പറയുന്നു. ഹല്ലേലൂയ. അത് ദൈവത്തിന്റെ ആലയത്തിൽ അവസരമില്ല. കടന്നു വരുന്ന വ്യക്തികൾക്ക് അപ്പം ഉണ്ടാക്കേണ്ടതിന് ആ കറ്റകളെല്ലാം അവർ കൊണ്ടുവരുവപ്പെടുവാൻ തക്കണോടെയാക്കി. സ്തോത്രം പറയുന്നു. അപ്പൊ ദൈവത്തിന്റെ ആലയത്തിൽ ആഹാരം ഉണ്ടാകേണ്ടതിന് അവിടെ ആദ്യ ഫലമാകുന്ന കറ്റ അവർ ദൈവത്തിന്റെ ആലയത്തിൽ നിവേദ്യമായി സമർപ്പിക്കപ്പെടുവാൻ തക്കണോടെയാക്കി. സ്തോത്രം പറയുന്നു. ഞാൻ ആ അനുഭവത്തെ കുറിച്ച് ഇങ്ങനെയാണ് വായിക്കപ്പെടുവാൻ തക്കാണ് ഇവിടെ തീർന്നത്. ദാവീദ് അങ്ങനെ കാഴ്ചയപ്പം വിശന്ന വ്യക്തികൾക്ക് മുറിച്ചു കൊടുക്കുവാൻ ഇടയാക്കുന്നു. ഇത് തന്നെയാണ് യേശു കർത്താവിന്റെ കൂടെ വന്ന ശിഷ്യന്മാരും ചെയ്യപ്പെടുവാൻ തക്കണം ഇടയായിത്തീർന്നത് എന്ന് അവൻ യേശു പരീശന്മാരോട് പറയുവാൻ ഇടയാക്കുന്നു. നോക്കണമേ, എവിടെ യേശു കർത്താവ് കടന്നു പോയാലും എന്താ ചെയ്യുന്നതെന്ന് യേശുവിനെ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. യേശു ചെയ്യുന്നത് പരീക്ഷിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് ഇത് ശരിയാണോ എന്ന് തിരുവചനത്തിൽ ന്യായപ്രമാണത്തെ അവർ പരിശോധിച്ചുകൊണ്ടിരിക്കാൻ ഇടയാക്കി. സ്തോത്രം. ഈ പരീശന്മാരുടെ പരിശോധനകളെ സർവശക്തനാകുന്ന ദൈവം അതിൽ ജയം കൈവരിക്കുവാൻ ഇടയാക്കി. പരീശന്മാരെ പരീക്ഷയെ മറുപടി പറയുവാൻ കഴിയാത്ത രീതിയിൽ ദൈവം അവരെ അത്ഭുതങ്ങൾ ചെയ്യപ്പെടുവാൻ ഇടയാക്കി. ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്, എല്ലാം പറയാനായിട്ട് സമയമില്ല. അവൻ 1-2 കാര്യങ്ങളെ അവസരം ഞാൻ ഓർമ്മപ്പെടുത്തുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. സ്തോത്രം പറയുന്നു. അടുത്ത വാക്യം ഇങ്ങനെയാണ് പറയുന്നത്. ഒന്ന്, അവസരം പരീക്ഷയിൽ അവൻ ജയിക്കപ്പെട്ടതാകുന്ന വ്യക്തിയാണ് യേശു കർത്താവ്. സ്തോത്രം പറയുന്നു. രണ്ടാമതായിട്ട് ഇങ്ങനെയാണ് വായിക്കുന്നത്. വായിച്ചോ. 4ാമത് വാക്യം. അവൻ ദൈവാലയത്തിൽ ചെന്ന് പുരോഹിതന്മാർക്ക് മാത്രമല്ലാതെ തനിക്കും കൂടെയുള്ളവർക്കും തിന്മാൻ വിഘ്നമല്ലാത്ത കാഴ്ചയപ്പം തിന്നു എന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? അല്ല, ശബത്തിൽ പുരോഹിതന്മാർ ദേവാലയത്തിൽ വെച്ച് ശബത്തിനെ ലംഘിച്ചു എങ്കിലും കുറ്റമില്ലാതെ ഇരിക്കുന്നു. ഒന്ന്, യേശു കർത്താവ് പുരോഹിതന്മാരെക്കാൾ വലിയവനാണ്. യേശു കർത്താവ് പുരോഹിതന്മാരെക്കാൾ വലിയവനാണ്. സ്തോത്രം പറയുന്നു. 2, യേശു കർത്താവ്
ശബത്തിനേക്കാൾ വലിയവനാണ്. സ്തോത്രം പറയുന്നു. ശബത്തിനേക്കാൾ വലിയവനാണ്. പുരോഹിതന്മാരുടെ നിയോഗം, സ്തോത്രം പറയുന്നു, ന്യായപ്രമാണം അനുസരിച്ച് കാഴ്ചയപ്പം മുറിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. അത് ആ സമയത്താണ് ചെയ്യപ്പെടുവാൻ ഇടയാക്കുക. എന്നാൽ യേശു കർത്താവ് ആ കാഴ്ചയപ്പത്തെ, സ്തോത്രം പറയുന്നു, അവസാന കൊയ്ത്തു നാളിലെ അവർക്കായിട്ട് വിഭാഗിച്ച് കൊടുക്കുവാൻ തക്കവണ്ണം ഇടയാക്കിയിരുന്നു. സ്തോത്രം. രണ്ടാമത്, ശബത്തിനേക്കാൾ വലിയവനാണ് യേശു കർത്താവ്. അതുകൊണ്ടല്ലയോ ശബത്ത് നാളിൽ അവൻ കൂനയായിരുന്ന ഒരു വ്യക്തിയെ യേശു കർത്താവ് സൗഖ്യമാക്കുവാൻ ഇടയാക്കി. ശബത്തിൽ, ഹല്ലേലൂയ, അവൻ കിണറ്റിൽ വീണതാകുന്ന ആട്ടിൻകുട്ടിയെ, കുഴിക്കകത്ത് അകപ്പെട്ട ആട്ടിൻകുട്ടിയെ അവൻ രക്ഷിക്കുവാൻ തക്കവണ്ണം ഇടയാക്കി. സ്തോത്രം പറയുന്നു. രക്ഷകന്റെ പ്രത്യേക ജോലിയാണ്, ഹല്ലേലൂയ, അവൻ രക്ഷിക്കുന്നവനാണ്, അവൻ വിടുവിക്കുന്ന കർത്താവാണ്. ദൈവരാജ്യം ഒരുവന്റെ മേൽ ഇറങ്ങി വരുവാൻ ഇടയാക്കുന്നാൽ അവൻ രക്ഷിക്കും, അവൻ മറ്റൊരുവനെ വിടുവിക്കുവാൻ ഇടയാക്കി, അവൻ കൈത്താങ്ങും. ഹല്ലേലൂയ. ഈ രാത്രിയിൽ അവൻ ദൈവരാജ്യം നിന്റെ മേൽ വെളിപ്പെടുവാൻ ഇടയാക്കുന്നാൽ, ദൈവരാജ്യം നിങ്ങളുടെ മേൽ വെളിപ്പെടുവാൻ തക്കണം ഇടയാക്കുന്നാൽ, നീ ചിലരെ കരം പിടിച്ച് എഴുന്നേൽപ്പിക്കുവാൻ ഇടയാക്കി. പ്രൈസ് ദി ലോർഡ്. ബലാത്കാരം ചെയ്യട്ടെ, ബലാത്കാരം ചെയ്യട്ടെ. നീ ബലാത്കാരം ചെയ്യുവാൻ ഇടയാക്കുന്നാൽ, ഹല്ലേലൂയ, അവൻ മുടന്തനെ നീ പിടിച്ചെഴുന്നേൽപ്പിക്കും, കുഴിയിൽ കിടക്കുന്നവനെ നീ പിടിച്ചു കയറ്റും. സ്തോത്രം പറയുന്നു. വരണ്ട കൈയുള്ളവനെ നിന്റെ അവന്റെ വരണ്ട കൈയെ നീ അവൻ നേരെയാക്കും. ഹല്ലേലൂയ. അവൻ ഒരുവന്റെ കാല് മുടമ്പായിരിക്കുന്നെങ്കിൽ, സ്തോത്രം പറയുന്നു, അവന്റെ കാലിനെ നീ സൗഖ്യമാക്കുവാൻ ഇടയാക്കും. ദൈവരാജ്യം നിന്റെ മേൽ ഇറങ്ങി വന്നാൽ, സ്തോത്രം പറയുന്നു, ദൈവരാജ്യത്തിൽ നീ ബലാത്കാരം ചെയ്താൽ, ആത്മാവിൽ വചനം പറയുന്നു, നീ ചിലരെ പിടിച്ചെഴുന്നേൽപ്പിക്കുവാൻ ദൈവം നിന്റെ കരത്തെ ബലപ്പെടുത്തുവാൻ ഇടയാക്കിയത്. ഇന്ന് രാത്രി കരമുണ്ടായിട്ടും സ്തോത്രം പറയാൻ കഴിയാതെ, ഹല്ലേലൂയ, കാലുണ്ടായിട്ടും തുള്ളിച്ചാടുവാൻ കഴിയാതെ, ഹല്ലേലൂയ, അവൻ ആവശ്യം നാവുണ്ടായിട്ടും കർത്താവിനെ സ്തോത്രം പറയാൻ കഴിയാതെ നീ ബലാത്കാരം ചെയ്യാനിരിക്കുകയാണോ? ഇന്ന് രാത്രി ബലാത്കാരം ചെയ്യപ്പെടുവാൻ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. പുരോഹിതന്മാർക്ക് ഇത് ശബത്താണ്, സൗഖ്യമാക്കരുത്. ഇത് ശബത്താണ്. അവൾ കൂനിയിരിക്കുക, നീയാണ് സാഹസം, നേരെയാക്കരുത്, നിവർത്തിക്കരുത്. അവനെന്നും കൂനിയിരുന്നോട്ട്, അവനെന്നും മുടമ്പനാട്ടിരുന്നോട്ട്, അവനെന്നും പിച്ച യാചിച്ചോട്ട്, അവനെന്നും കുഴി കിടന്നോട്ട്. ഹല്ലേലൂയ. അതാണോ നിന്റെ പ്രാർത്ഥന? അതാണോ നിന്റെ ആരാധന? ഇന്ന് രാത്രി സ്തോത്രം പറയുന്നു. ദൈവരാജ്യം നിന്റെ മേൽ ഇറങ്ങി വരുവാൻ ഇടയാക്കിയിരുന്നാൽ, ദൈവരാജ്യം നിന്റെ മേൽ അവസ്ഥ ഇറങ്ങി വരുവാൻ ഇടയാക്കിയിരുന്നാൽ, ദൈവരാജ്യത്തെ നീ പിടിച്ചടക്കുവാൻ ഇടയാക്കിയിരുന്നാൽ, ഹല്ലേലൂയ, നീ അത്ഭുതങ്ങളെ ചെയ്യുവാൻ വെക്കണം. ദൈവത്തിന്റെ രാജ്യം നിന്നോട് കൂടെ ഇരിക്കാൻ ഇടയാക്കി. ഒരിക്കൽ ദൈവരാജ്യം ഇസ്രായേലിൽ നിന്ന് ഇറങ്ങിത്തിരിച്ച ഇസ്രായേൽ ജനത്തോട് കൂടെ മേഘസ്തംഭമായി വെളിപ്പെട്ടു. ദൈവത്തിന്റെ രാജ്യം പകൽ അവസം മേഘസ്തംഭമായി, രാത്രി പ്രകാശമായി, അഗ്നിയായി അവർക്ക് വെളിപ്പെടുവാൻ ഇടയാക്കി. സ്തോത്രം പറയുന്നു. ദൈവരാജ്യത്തെ അവസം, ദൈവരാജ്യത്തിനകത്താണോ നീ നടക്കുന്നത്? അവസം രാത്രി നിനക്ക് പ്രകാശമായി ദൈവരാജ്യം കൂടെ സഞ്ചരിക്കും. ദൈവരാജ്യത്തിനകത്താണോ നീ നടക്കുന്നത്? പകല് നിനക്ക് തണലായി ദൈവരാജ്യം നിന്റെ കൂടെ നടക്കും. സത്യം പറയുന്നു. മറ്റാരും നിന്നെ അവസരം താങ്ങുവാൻ കഴിയാതിരിക്കുമ്പോൾ, മറ്റാർക്കും നിന്നെ ഒരു തണലായി നിന്നെ ഉൾക്കൊള്ളുവാൻ കഴിയാതിരിക്കുമ്പോൾ, ദൈവത്തിന്റെ രാജ്യം നിനക്ക് ആശ്രയമായി നിന്റെ കൂടെ പകരം രാത്രിയിൽ സഞ്ചരിക്കുമെന്ന് പറഞ്ഞാൽ, ഈ രാത്രി ആരാണ് ദൈവരാജ്യത്തെ പിടിച്ചിറക്കുന്നത്? പകരം നിനക്ക് ആശ്വാസമായി തണലായി ദൈവം നിന്റെ കൂടെ നടക്കാൻ പോവുകയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഹല്ലേലൂയ. ഒരുവൻ അവസം നീ പകലിൽ സൂര്യനകത്ത് കുട പിടിച്ച് ആശ്രയമായി നടക്കുന്നത് പോലെ ദൈവത്തിന്റെ രാജ്യം നീ അവൻ അഭിമുഖിക്കുന്ന പ്രശ്നത്തിനകത്ത് കുട പിടിച്ച് കൂടെ നടക്കുമെന്ന്. നിന്റെ സഹോദരങ്ങൾക്ക് നിനക്ക് ആശ്രയമായി കുട പിടിക്കാൻ കഴിയത്തില്ലായിരിക്കാം, നിനക്കൊന്ന് കൈത്താങ്ങുവാൻ തക്ക കഴിയത്തില്ലായിരിക്കാം. രാത്രി കാലത്തിൽ ഉറങ്ങുവാൻ കഴിയാതെ പല കാര്യത്തിനകത്തും നീ വല്ലാതെ അവസ്ഥ വിമ്മിഷ്ടപ്പെട്ട് അവൻ ഉറങ്ങുവാൻ കഴിയാതെ അവസ്ഥ അങ്ങോട്ടും ഇങ്ങോട്ടും നിന്റെ കിടക്കകത്ത് നീ ഒരു രാത്രി വെളുപ്പിക്കുവാൻ താല്പര്യപ്പെടുമ്പോൾ ദൈവത്തിന്റെ രാജ്യം ആ രാത്രി നിന്റെ കൂടെ, ദൈവരാജ്യം ആ രാത്രി നിന്റെ കൂടെ, നിന്റെ പ്രചരണത്തിനകത്ത് ദൈവരാജ്യം ഇറങ്ങി വരുമെന്ന്. ഹല്ലേലൂയ.
അവൻ പുരോഹിതനേക്കാൾ വലിയവനാണ്. ഞാൻ പാസ്റ്ററാണ്, ഞാൻ അപ്പോസ്തലനാണ്, ഞാൻ പ്രവാചകനാണ്, ഞാൻ ഉപദേഷ്ടാവാണ്. എന്റെ അവസരം അത് ശുശ്രൂഷകൾ ഈ റൗണ്ടിനകത്താണ് പറയുന്നു. ഈ രാത്രി പ്രാർത്ഥനയ്ക്കകത്ത് ചില റൗണ്ടുകളെ പൊട്ടിയിട്ട് ചില ആത്മാവ് പുറത്തു കൊണ്ടുവരണം. ദൈവരാജ്യം നിങ്ങളുടെ കടന്നു വരുമെന്ന് പറഞ്ഞാൽ ശുശ്രൂഷകൾ പെട്ടെന്ന് ഈ ദൈവരാജ്യത്തിനകത്ത് അകത്ത് അനേകരെ കൂട്ടിക്കൊണ്ടുവരാൻ പോകുകയാണ്. 10-ാമത്തെ അധ്യായം പഠിക്കുമ്പോൾ ദൈവരാജ്യത്തിൽ സഞ്ചരിക്കപ്പെടുവാൻ അയക്കുവാനിടയാക്കുമെന്നാണ് വചനം പറയുന്നത്. ദൈവരാജ്യത്തിനകത്ത് സഞ്ചരിക്കുവാൻ നിയോഗത്താൽ ചിലരെ രാജ്യങ്ങളിലേക്ക് അയക്കപ്പെടുവാൻ. എനിക്ക് മുൻപേ ദൈവദാസൻ ഇങ്ങനെയാണ് പറയപ്പെടുവാൻ സത്യം പറയുന്നത്. അവിടെ സെല്ലുകളൊക്കെ ആരംഭിക്കുകയാണ്. സെല്ലുകളൊക്കെ അവിടെ പ്രാർത്ഥന സെല്ലുകളൊക്കെ ആരംഭിക്കുക. സെല്ലുകൾ അനവധി കൂടി വരുവാൻ ഇടയാത്തിരുമ്പോൾ സ്തോത്രം പറയുന്നു. എല്ലാ സ്ഥലങ്ങളിലും നിയോഗിക്കപ്പെട്ടവർ ആരും ഉണ്ടാകുവാനിട. ഒരാഴ്ച നമുക്ക് 6 ദിവസം 7 ദിവസം അടുത്തുള്ളതാകുന്ന ദിവസങ്ങളിൽ പെട്ടതില്ല. അതുകൊണ്ട് അവസരമില്ല. അത് പിന്നെ മാസങ്ങളിലേക്ക് ആഴ്ചകളിലേക്ക് അങ്ങനെ പോകേണ്ടി വരും. എല്ലാ സ്ഥലങ്ങളിലും അവസരം ചെന്ന് ശുശ്രൂഷയുടെ നേതൃത്വ അനുഭവത്തിലേക്ക് എത്തുവാൻ കഴിയുന്നില്ല. സ്തോത്രം പറയുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുന്നത് ദൈവരാജ്യം അവസരം ഇറങ്ങി വരുവാൻ കഴിഞ്ഞപ്പോൾ അവൻ ഈ 2 പേരായ വിവിധ സ്ഥലങ്ങളിലേക്ക് അയക്കുവാനിടയായിരുന്നു. ദൈവരാജ്യത്തിനകത്ത് സഞ്ചരിക്കുവാൻ ചിലരെ അയക്കുവാനിടയായിരുന്നു. ദൈവരാജ്യം നിന്റെ കൂടെ നടക്കപ്പെടുവാനില്ല. നീ ഒന്നിനെ കുറിച്ച് ഭാരപ്പെടേണ്ട. നിനക്ക് ആവശ്യമുള്ളതൊക്കെ നിങ്ങൾ ചെല്ലുന്ന സ്ഥലത്ത് ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതുവാനിടയത്തില്ല. ദൈവം നാം ചെല്ലുന്ന സ്ഥലത്ത് നമുക്ക് വേണ്ടി കരുതപ്പെടുവാൻ തക്കണം. ദൈവത്തിന്റെ രാജ്യം നമ്മുടെ കൂടെ ഇറങ്ങി വരുവാനിടയത്തില്ല. ഞാൻ അവസരത്തിലെ പുറപ്പാട് പുസ്തകത്തിലോട്ട് പോകുന്നില്ല. ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ആ കാര്യങ്ങളൊന്നും അവസരം സഞ്ചരിക്കാതെ അടുത്ത ഭാഗങ്ങളിലേക്ക് കടന്നു പോവുകയാണ്. അടുത്ത വചനം ഇങ്ങനെയാണ് വായിക്കുന്നത്. വായിച്ചാട്ട് ഹല്ലേലൂയ. ഹല്ലേലൂയ. 9-ാമത്തെ വചനം വായിക്കുന്നത്. അവൻ അവിടെ അവരുടെ പള്ളിയിൽ ചെന്നപ്പോൾ കൈ വരേണ്ട ഒരു മനുഷ്യനെ കണ്ടു. അവനിൽ കുറ്റം ചുമത്തേണ്ടതിന് ശബത്തിൽ സൗഖ്യമാക്കുന്നത് വിഹിതമോ എന്ന് അവനോട് ചോദിച്ചു. അവരവരോട്, നിങ്ങളിൽ ഒരുത്തന് ഒരു ആടുണ്ട് എന്നിരിക്കട്ടെ, അത് ശബത്തിൽ കുഴിയിൽ വീണാൽ അവൻ അതിനെ പിടിച്ചു കയറ്റുകയില്ലയോ? എന്നാൽ മനുഷ്യൻ ആടിനേക്കാൾ എത്രയോ വിശേഷമുള്ളവൻ. ആകയാൽ ശബത്തിൽ നന്മ ചെയ്യുന്നത് വിഹിതം തന്നെ എന്ന് പറഞ്ഞു. പിന്നെ ആ മനുഷ്യനോട് കൈ നീട്ടുക എന്ന് പറഞ്ഞു. അവൻ കൈ നീട്ടി, അത് മറ്റേതുപോലെ സൗഖ്യമാക്കി. പരീശന്മാരോ പുറപ്പെട്ട് അവരെ നശിപ്പാൻ വേണ്ടി. ഇതാണ് ദൈവരാജ്യത്തിനകത്ത് സംഭവിക്കപ്പെടുവാനിടയായിരുന്നത്. എന്നാൽ 22-ാമത് വേദവചനം വായിച്ചാൽ 22-ാമത് വേദവചനം. അനന്തരം ചിലർ കുരുടനും ഊമനുമായൊരു പുറകസ്ഥനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. ഊമൻ സംസാരിക്കുകയും കാണുകയും ചെയ്യുവാൻ തക്കവണ്ണം അവൻ അവരെ സൗഖ്യമാക്കി. ഊമൻ സംസാരിക്കുകയും കാണുകയും ചെയ്യുവാൻ തക്കവണ്ണം യേശു അവനെ സൗഖ്യമാക്കുവാൻ തക്കവണ്ണം ഇടയാക്കി. ഇവിടെ യേശു കർത്താവിനെ കുറിച്ച് പറയപ്പെടുവാൻ അവൻ അവസരം ഭൂതത്തെക്കാൾ വലിയവനാണ്. യേശു ഭൂതത്തെ പുറത്താക്കിയപ്പോ പരിശുമാരെ കൊണ്ട് ഭൂതത്തെ പുറത്താക്കിയാണ്. പിശാചിനേക്കാൾ നിങ്ങൾ പറഞ്ഞിട്ട് പിശാചിനേക്കാൾ. അതുകൊണ്ടല്ലേ യേശു കർത്താവ് ഓസിച്ച് എഴുന്നേറ്റപ്പോ പിശാച് തന്റെ അടുക്ക വന്നിട്ട് പറഞ്ഞു, നിനക്ക് വിശക്കുന്ന ഈ കല്ല് അപ്പമായി തീരാൻ കൽപ്പിക്കാൻ. സ്വത്രം പറയുന്നു. ഹല്ലേലൂയ. അപ്പമായി തീരാൻ കൽപ്പിക്കാൻ പറഞ്ഞു. യേശു പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കും. പിശാചിനെ ദൈവത്തിന്റെ വചനം കൊണ്ട് ജയിക്കുവാനായിട്ട് യോഹന്നാന്റെ സുവിശേഷം വായിക്കുന്ന ഇങ്ങനെയാണ്. അവൻ വചനമായി അവൻ വചനമായിരുന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. കൃപയുള്ളവനായി സത്യമുള്ളവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ആരാ?
ദൈവരാജ്യത്തെ ചുമക്കുന്നവൻ, ദൈവരാജ്യത്തെ വഹിക്കുന്നവൻ, ദൈവരാജ്യത്തെ റിലീസ് ചെയ്യുന്നവൻ. സ്തോത്രം പറയുന്നു. ഹല്ലേലൂയ. കൈ വരണ്ട വ്യക്തിയെ കൈ നേരെയാക്കുന്നവൻ, കുഴിയിൽ കിടക്കുന്ന ആട്ടുകുഞ്ഞിനെ രക്ഷിക്കുന്നവൻ. സ്തോത്രം പറയുന്നു. അവൻ ഈ ആട്ടുകുഞ്ഞിനേക്കാൾ വിലയുള്ളതാണെന്നാണ് നമ്മെ പഠിപ്പിക്കുന്നത്. സ്തോത്രം പറയുന്നു. നമ്മൾക്ക് അവസരം ദൈവസഭയിൽ ആടുകളാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ആടിനേക്കാൾ വിലയുണ്ട് നമുക്ക്. സ്തോത്രം പറയുന്നു. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ആടിന് ദൈവരാജ്യത്തെ ചുമക്കാൻ പറ്റത്തില്ല, നമുക്ക് ദൈവരാജ്യത്തെ ചുമക്കാൻ പറ്റും. സ്തോത്രം പറയുന്നു. അതുകൊണ്ട് ദൈവരാജ്യത്തെ ചുമക്കുന്ന നമ്മൾ ആടിനേക്കാൾ വലിയവനാണ്. സ്തോത്രം പറയുന്നു. ആടിനേക്കാൾ വലിയവനാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് വചനം കൊണ്ട് യേശു കർത്താവ് ഹല്ലേലൂയ സാത്താനെ പരാജയപ്പെടുത്തുവാൻ, സാത്താനെ തോൽപ്പിക്കുവാൻ തക്കവണ്ണം എത്തുന്നു. അവൻ പിതാവാകുന്ന ദൈവത്തെ അല്ലാതെ വേറെ ആരെയും നമസ്കരിക്കരുത് എന്ന് അവസാനം ദൈവത്തിന്റെ വചനം എഴുതിയിരിക്കുന്നു എന്ന് അവൻ സാത്താനോട് പറയുവാൻ എത്തുന്നു. അപ്പൊ ദൈവത്തിന്റെ വചനത്തിന്റെ നിവർത്തീകരണമാണ് അവസാനം ദൈവരാജ്യത്തെ ചുമക്കുന്ന ഒരു വ്യക്തി ഇവിടെ ചെയ്യുവാനിടയാക്കിയിരുന്നത്. രാത്രി വചനത്തിന്റെ നിവർത്തീകരണത്തിന് വേണ്ടി ആരെല്ലാം പ്രാർത്ഥിക്കുമോ അവൻ വചനം പറയുന്നു, നീ അതിന്റെ നിവർത്തിപ്പാൻ തക്കണം, ദൈവം നിന്നെ ബലപ്പെടുത്തും. വചനത്തെ നിവർത്തിക്കുവാൻ ദൈവം നിന്നെ ബലപ്പെടുത്തും. 50, 60, 80, 85, 90 വയസ്സോ ഹല്ലേലൂയ, നീ ഒരു ക്രിസ്ത്യാനിയായി മരിക്കാനല്ല ദൈവം ആഗ്രഹിക്കപ്പെടുന്നത്. നീ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയായി മരിക്കാനല്ല ദൈവം ആഗ്രഹിക്കപ്പെടുന്നത്. നീ ക്രിസ്ത്യാനിയായി അവൻ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് അവൻ ഇങ്ങനെ കൂട്ടായ്മ ആദരിച്ച് മരിക്കാനല്ല അവൻ ദൈവം ആഗ്രഹിക്കുന്നത്. നീ ദൈവരാജ്യത്തെ ചുമക്കുന്ന വ്യക്തിയായി തീരണം. നീ ദൈവരാജ്യത്തെ റിലീസ് ചെയ്യുന്ന വ്യക്തിയായിരിക്കണം. നീ രോഗികളെ സൗഖ്യമാക്കുവാൻ എത്തണം, ഭൂതത്തെ പുറത്താക്കുവാൻ തക്കവണ്ണം എത്തണം, കുഴഞ്ഞ വ്യക്തികളെ അതിൽ നിന്ന് കുഴഞ്ഞ ചോറ്റിൽ നിന്ന് പിടിച്ചു കയറ്റുവാൻ തക്കണം, ദൈവത്തിന്റെ കരത്തെ ബലപ്പെടുത്തുവാൻ ദൈവരാജ്യത്തെ നീ വലിച്ചെടുക്കണം. ദൈവരാജ്യത്തെ വലിച്ചിറക്കണം, ദൈവരാജ്യത്തെ വലിച്ചിറക്കുന്ന വ്യക്തിയായി മാറുവാനിടയായിത്തീരണം. സ്തോത്രം പറയുന്നു. ഹല്ലേലൂയ. 38ാമത് വേദവചനം വായിച്ചിട്ട് 38ാമത് വേദവചനം. അപ്പോൾ ശാസ്ത്രിമാരും പരീശന്മാരും പരീക്ഷന്മാരും ചിലർ അവരോട്, ഗുരു, നീ ഒരു അടയാളം ചെയ്ത് കാണുവാൻ ഞങ്ങൾ ഇച്ഛിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ അവരോട് ഉത്തരം പറഞ്ഞത്, ദോഷവും വ്യഭിചാരമുള്ള തലമുറ അടയാളം തിരയുന്നു. യോന പ്രവാചകന്റെ അടയാളമല്ലാതെ അതിന് അടയാളം ലഭിക്കുകയില്ല. ഇവിടെ യേശു കർത്താവ് വേദവചനത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, യോന പ്രവാചകനേക്കാൾ വലിയ പ്രസംഗിയാണ്, വലിയ പ്രസംഗിയാണ്. ഹല്ലേലൂയ. യോനയെടുത്ത് ദൈവം പറഞ്ഞു, നീ നിനവെ പോയി നിനവയ്ക്കെതിരായിട്ട് പ്രസംഗിക്കണം. പക്ഷേ നിനവയിലുള്ളതാകുന്ന വ്യക്തികളൊക്കെ ഭയങ്കര ശക്തന്മാരായി അവസരമില്ല, ഒത്തിരി അഭ്യാസങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളതാകുന്ന വ്യക്തികളാകുന്നത് കൊണ്ട് നിനവെ പോകാൻ തനിക്ക് പേടി. അതുകൊണ്ട് കൂലി കൊടുത്ത് തർശീസിലേക്ക് പോയി. ഹല്ലേലൂയ. ദൈവം വിട്ടില്ല, ദൈവം അവനെ വിട്ടില്ല. അവന്റെ മേൽ ദൈവരാജ്യം നിലവിലേക്ക് നിയോഗിക്കപ്പെട്ട വ്യക്തിയാകുന്നത് കൊണ്ട്, മറ്റൊരുവൻ ആ ഭാഗത്തേക്ക് അപ്പോയിന്റ്മെന്റ് ഇല്ലാത്തത് കൊണ്ട് ദൈവം അവനെ നിലവിൽ കൊണ്ടുവന്ന് എത്തിക്കുവാൻ തക്കണം. ദൈവത്തിന്റെ പദ്ധതി അവന്റെ മേൽ വെളിപ്പെടുത്തുവാനായിട്ട്. നിന്റെ മേൽ ദൈവത്തിന്റെ പദ്ധതി ഉണ്ടെങ്കിൽ വേറൊരുത്തൻ ആ ഭാഗത്തേക്ക് പോകുവാൻ ദൈവം അനുവദിക്കാതെ നിന്നെ ആ ഭാഗത്ത് തന്നെ കൊണ്ടുവന്ന് ദൈവം പ്രസംഗിപ്പിക്കും. നിലവേ പ്രസംഗം നടത്തിയതിൽ അധികമായി അവസാനം ദൈവത്തിന്റെ വചനത്തെ പ്രസംഗിപ്പാൻ തക്കണം ശക്തനാകുന്ന ദൈവമാണ് നാം സേവിക്കുന്നതാകുന്ന നമ്മുടെ രക്ഷിതാവാകുന്ന യേശു കർത്താവ്. അവൻ യോനേക്കാൾ വലിയ പ്രവാചകൻ, യോനേക്കാൾ വലിയ പ്രസംഗി. ഹല്ലേലൂയ. അവനാണ് സ്തോത്രം പറയുന്നു. ഇന്ന് രാത്രിയിലും അവൻ ആ വചനം നമ്മൾ പ്രസംഗിക്കപ്പെടുന്നത്, ആ വചനം പറയപ്പെടുന്നത്, അവൻ യോനേക്കാൾ വലിയ പ്രവാചകനായിരുന്നു. വലിയ പ്രവാചകൻ, പ്രവാചകന്മാരെക്കാൾ വലിയ പ്രവാചകനായി സ്തോത്രം പറയുന്നു യേശു കർത്താവ് അവസരം ആകുവാനിടയാക്കി. അടുത്തതാകുന്ന വേദവചനം ഇങ്ങനെയാണ് വായിക്കപ്പെടുന്നത്. 41 വായിച്ചാണ് 41 മുതൽ. നിനവേക്കാൾ 41ാമത്തെ വേദവചനം 12:40. ന്യായവിധി ഈ തലമുറയോട് ഒന്നിച്ച് എഴുന്നേറ്റ് അവൻ അതിന്റെ കുറ്റം വിധിക്കുകയും അവൻ യോനയുടെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ടുവല്ലോ എന്ന്. ഇതാ ഇവിടെ യോനയിലും വലിയവൻ തെക്കേ രാജ്ഞി ന്യായവിധിയിൽ ഈ തലമുറയോട് ഒന്നിച്ച് ഉയർത്തെഴുന്നേറ്റ് അതിനെ കുറ്റം വിധിക്കും. 42ാമത് ഈ തലമുറയോട് ഒന്നിച്ച് ഉയർത്തെഴുന്നേറ്റ് അതിനെ കുറ്റം വിധിക്കും. അവൻ ശലോമോന്റെ ജ്ഞാനം കേൾപ്പാൻ ഭൂമിയുടെ അറുതിയിൽ നിന്ന് വന്നുവല്ലോ. 5ാമതായിട്ട് പറയുന്നു, അവൻ ശലോമോന്റെ ജ്ഞാനം കേൾക്കുവാൻ ഭൂമിയുടെ അറുതികളിൽ നിന്ന് വരുവാനിടയ്ക്ക് എന്ന് പറഞ്ഞാൽ ശലോമോന്റെ ജ്ഞാനത്തെക്കാൾ വലിയ ജ്ഞാനിയാകുന്ന നമ്മുടെ രക്ഷിതാവാകുന്ന
ജ്ഞാനസമ്പൂർണനാകുന്ന കർത്താവ്. അവന്റെ യേശു കർത്താവിന്റെ ചെറിയ പ്രായത്തിൽ അവന്റെ ആവശ്യം യേശുവിന്റെ അമ്മയും അപ്പനും യേശുവിടെ ദൈവാലയത്തിലേക്ക് ദൈവാലയത്തിൽ കടന്നുപോയി അവിടുത്തെ ഉത്സവമൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ യേശു കർത്താവ് കൂടെ അവൻ ഉണ്ടായിരുന്നില്ല. വചനം പറയുന്നത് അവൻ യേശു കർത്താവിനെ കാണാഞ്ഞിട്ട് അവർ തിരിച്ച് ദൈവാലയത്തിലേക്ക് നടക്കുവാനിടയാക്കി. ചില ദിവസങ്ങൾ നടന്നു. അവൻ ദൈവാലയത്തിൽ അവൻ യേശുവിന്റെ അമ്മയും അപ്പനും ചെന്നപ്പോൾ അവൻ പരീശന്മാരോടും ശാസ്ത്രിമാരോടും ദൈവത്തിന്റെ ന്യായപ്രമാണത്തെ തർക്കിക്കുകയും വാദിക്കുകയും ചെയ്ത് ജയിക്കുവാനിടയാക്കി. അവൻ പറയുകയാണ്, ഇവന് ഇത്ര വലിയ അറിവ് ജ്ഞാനം എവിടെ നിന്ന് ലഭിക്കാനിടയാക്കി. ജ്ഞാനിയേക്കാൾ വലിയ ജ്ഞാനി സ്തോത്രം പറയുന്നത്. ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം പഠിക്കുന്നത് സ്തോത്രം പറയുന്നു. നിന്റെ അപ്പനാകുന്ന ദാവീദിന് ഉള്ളതിലും അധികം ജ്ഞാനം ഞാൻ നിനക്ക് നൽകി. നിന്നെ ഞാൻ ജ്ഞാനിയാകും. നീ സമ്പത്തോ ശത്രു സംഹാരമോ പദവിയോ ഒന്നും ആഗ്രഹിക്കാതെ അവൻ ഈ വലിയ ജനത്തെ നടത്തുവാൻ എനിക്ക് ജ്ഞാനം വേണമെന്ന് പ്രാർത്ഥിച്ചത് കൊണ്ട് അവൻ നിന്റെ അപ്പനാകുന്ന ദാവീദിനേക്കാൾ വലിയ ജ്ഞാനത്താൽ ഞാൻ നിനക്ക് നിരക്കുമെന്ന് ആ അവസരം ശലോമോനോട് പരിശുദ്ധാത്മാവ് അവൻ അറിയിക്കുവാൻ പത്രം പറയുന്നു. ഇന്ന് രാത്രി ജ്ഞാനിയേക്കാൾ ശലോമോനേക്കാൾ വലിയ ജ്ഞാനമാണ് അവൻ എന്റെയും നിങ്ങളുടെയും രക്ഷിതാവാകുന്ന കർത്താവിന്. അവൻ പുരോഹിതന്മാരെക്കാൾ വലിയ പുരോഹിതൻ, പ്രസംഗിയേക്കാൾ വലിയ പ്രസംഗി, ജ്ഞാനിയേക്കാൾ വലിയ ജ്ഞാനി. സ്തോത്രം പറയുന്നു. സൗഖ്യമാക്കുവാൻ കഴിവുള്ള കർത്താവ്. ഈ രാത്രി കണ്ണുകളെ അടച്ച് വിശ്വാസത്തോടെ എല്ലാവരും പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി, ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി. എന്റെ യേശു എത്ര നല്ലവൻ, അവൻ ഇന്നും എന്നും മതിയായവൻ. എന്റെ യേശു എത്ര നല്ലവൻ, അവൻ ഇന്നും എന്നും മതിയായവൻ. ഹല്ലേലൂയ. അനുഗ്രഹമായിരിക്കുന്ന ദൈവിക ശബ്ദം നമ്മുടെ കേൾപ്പിക്കുവാനിടയായിത്തീർന്നു. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ആരിലും ഉന്നതനായ, ആരിലും ശ്രേഷ്ഠനായ, സകല ലോകത്തിന്റെയും രാജാവായിരിക്കുന്ന, സകല കർത്തൃത്വവും നടത്തുന്ന കർത്താവിനെ ഇന്ന് രാത്രികാലം വെളിപ്പെടുത്തി കാണിക്കുവാനിടയായി തീർന്നല്ലോ. അത് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് കാരണമായി മാറും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ദൈവവചനം പറഞ്ഞ ദൈവദാസനെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇതിലും ആമീൻ ഹല്ലേലൂയ ശ്രേഷ്ഠമായ അഭിഷേകത്തിൽ ആമീൻ കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യാൻ കർത്താവ് തന്നെ ബലപ്പെടുത്തേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. 22-ാമത്തെ വാക്യം 12-ാം അധ്യായത്തിൽ 22-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. 22-ാമത്തെ വാക്യം 12-23 മത്തായിയുടെ സുവിശേഷത്തിൽ ഹല്ലേലൂയ. കണ്ടോ അവിടെ വായിക്കുന്നത്? അനന്തരം ചിലർ കുരുടനാണ് ഊമനുമായൊരു ഭൂതഗ്രസ്തനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. പ്രശ്നങ്ങൾ, വലിയ ഗുരുതരമായിരിക്കുന്ന പ്രശ്നങ്ങളുള്ള ഒരു വ്യക്തിയെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവരികയും, അല്ലെങ്കിൽ ഒന്നല്ല രണ്ടല്ല, ആമീൻ അതിലും അധികമായ പ്രശ്നത്തിൽ കൂടെ മുമ്പോട്ട് കടന്നു പോകുന്ന ഒരു വ്യക്തിയെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവരുന്ന ഒരു രംഗമാണ് നമ്മൾ ആമീൻ 22-ാമത്തെ വാക്യത്തിൽ വായിച്ചു കേൾക്കുന്നത്. ഇവിടെ വായിക്കുന്നത് എങ്ങനെയാണ്? അവൻ കുരുടനാണ് ഒന്നാണ്, അടുത്തത് അവൻ ഊമനുമാണ്, അടുത്തത് അവൻ ഭൂതഗ്രസ്തനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ 3 വിഷയങ്ങളും അവന്റെ മേൽ കൊണ്ടുവന്നിരിക്കുന്നത് ഈ അവസാനം പറഞ്ഞ ആമീൻ ഹല്ലേലൂയ ആ വ്യക്തിയാണ്. ആരാണ്? ഭൂതം. ആമീൻ അവനെ ഊമനാക്കി മാറ്റിയതും ആമീൻ അവനെ ഹല്ലേലൂയ കുരുടനാക്കി മാറ്റുവാനും കാരണമെന്ന് പറഞ്ഞാൽ ഈ ഭൂതമാണ്. ഹല്ലേലൂയ. ഇപ്പോൾ ഈ ഭൂതഗ്രസ്തൻ നിൽക്കുന്നത് ആരുടെ അടുത്താണ്? യേശുവിന്റെ അടുക്കലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദിയോട് സ്തോത്രം. ഈ അന്ധകാരത്തിന്റെ വ്യാപാരത്തെ സ്വർലോകത്തിൽ വെച്ച് വെട്ടി ആമീൻ താണ ഭൂമിയിലേക്ക് വെട്ടിക്കളഞ്ഞ ആമീൻ ഹല്ലേലൂയ ആ തമ്പുരാന്റെ മുൻപിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ആരെ നിൽക്കുന്നത്? ഈ ഭൂതം. ഹല്ലേലൂയ. അപ്പോൾ ഇവൻ നിൽക്കുന്നത് ഇപ്പോൾ എവിടെ? ഭൂമിയിലാണ്. ആമീൻ ഹല്ലേലൂയ. ഉടയവനായ തമ്പുരാൻ നിൽക്കുന്നത് എവിടെയാണ്?
ഭൂമിയിലാണ്. ഹല്ലേലൂയ. അപ്പോൾ ഈ ഭൂമിയിൽ ആമേൻ യേശു തമ്പുരാന്റെ അടുക്കൽ നിൽക്കുകയാണ് ഈ ഭൂതം. ആമേൻ. അവിടെ അടുത്ത വാക്യം വായിക്കുന്നു, ഈ 3 പ്രശ്നങ്ങളിൽ കൂടി കടന്നു പോകുന്നവനെ യേശു എന്ത് ചെയ്തു? വായിച്ചു. ആമേൻ. അല്ലല്ല, നമ്മൾ ആ ഒറ്റ വാക്യം വായിച്ചാൽ സൗഖ്യമാക്കി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈ 3 പ്രശ്നത്തിന്റെ നടുവിൽ നിൽക്കുന്ന വ്യക്തിയെ, ആമേൻ, അവന് കേൾവിക്കുറവുണ്ട്, അവന് സംസാരിക്കാൻ കഴിയത്തില്ല, അവനെ പലപ്പോഴും ഈ ഭൂതം എന്ത് ചെയ്യും? അലട്ടിക്കൊണ്ടിരിക്കും. മനസ്സിലാകുന്നു? ഹല്ലേലൂയ. അവന്റെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളെ താളം തെറ്റിച്ചുകൊണ്ടിരിക്കുന്ന, ഹല്ലേലൂയ, മുൻപോട്ട് പോകുവാൻ കഴിയാതെ വണ്ണം അവനെ ആമേൻ അല്ലെങ്കിൽ പിറകോട്ട് പിടിക്കുന്ന, ഒന്ന് ആമൻ എഴുന്നേൽക്കണമെന്ന് വിചാരിക്കുമ്പോൾ ആമൻ അവനെ പിടിച്ചു താഴ്ത്തുന്ന, ഹല്ലേലൂയ, ഒരു അന്ധകാരത്തിന്റെ വ്യാപാരത്തെ സ്വർഗം എന്ത് ചെയ്യുക? യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുകയാണ്.